അപ്പോൾ ഷാജി എന്നോട് പറഞ്ഞു ചോദിച്ചുകൊണ്ടൊരു ഡേറ്റ് ഉണ്ട്, നമുക്കൊരു കഥ വേണം, കഥ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഷാജി എന്നോട് പറഞ്ഞിട്ട് ഒരു സിനിമയാണ് ധ്രുവം പോലെയാണ്. നമ്മൾ ഈ കാലത്ത് ഇനി ധ്രുവം പോലൊരു സിനിമകളൊക്കെ പറഞ്ഞ് ചിന്തിക്കപ്പെട്ടു. പക്ഷെ ഞാൻ അതിൻ്റെ ആശയം എടുത്തുകൊണ്ട് ഈ സിനിമ ചെയ്യും. ഒരു കഥയുണ്ടോ, ഒരുപാട് സമയമെടുത്തു കഥ എഴുതാൻ. ഷാജി ഞാൻ എഴുതിയേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് സിനിമ ചിന്തിക്കുന്നത്. അതുകൊണ്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു വാചകമണിയിൽ എനിക്ക് വിശ്വാസമില്ല. ഈ സിനിമ ഒരു സക്സസ് സെലിബ്രേഷൻ അന്ന് കുറേ കൂടി വാചകമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ ഗാനങ്ങൾ പ്രസന്റ് ചെയ്യുകയാണ്. ഷാജി ഓർക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളെ ഓർക്കുക. അവരില്ലെങ്കിൽ ഈ സിനിമ യാഥാർത്ഥ്യമാവില്ല. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സിനിമ ചെയ്തെടുത്തത്. പിന്നെ ക്യാമറമാൻ ശരവണൻ, സംഗീത സംഘം CSR, ഈ സിനിമയിൽ സഹകരിച്ച ചെറിയ ടെക്നീഷ്യന്മാർ മുതൽ ഓരോരുത്തരും നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. എല്ലാവരെയും നന്ദിയോട് പലരുടെയില്ല, എല്ലാവരും നന്ദിയോട് ഞാൻ സ്മരിക്കുന്നു. ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ ദീപക്കൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തത്, വീണയൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എഴുതി വെക്കുന്നത് എന്താണോ അത് ഷാജി അതിന് മുകളിലാണ്, അത് നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. ഇനി സിനിമ കാണാനുള്ള സമയത്തിൽ കാണാൻ പോകുന്ന പൊരുത്തക്കുറിച്ച് അത് ഞാൻ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നില്ല. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം.